ആൻഡ് iOS 26.1 ബീറ്റ 3 ഇപ്പോൾ ആപ്പിൾ റിലീസ് ചെയ്യുന്നുണ്ട്. ഈ ഒരു അപ്ഡേഷൻ വന്നിരിക്കുന്നത് ഏകദേശം 2.92 GB എൻ്റെ ഐഫോൺ 11 വന്നിരിക്കുന്നത്. മിക്കവാറും എല്ലാ ഡിവൈസിലും 2 മുതൽ 3 GB വരെ ഈ ഒരു അപ്ഡേഷൻ പോകാനുള്ള ചാൻസ് ഉണ്ട്. ഇതിൻ്റെ കൂടെ തന്നെ ആപ്പിൾ കുറേയധികം പുതിയ അപ്ഡേറ്റ്സും റിലീസ് ചെയ്യുന്നുണ്ട്. WatchOS, macOS, tvOS എന്നിങ്ങനെ എല്ലാ അപ്ഡേഷനും പുതിയ ഒരു ബേറ്റയും റിലീസ് ചെയ്യേണ്ടത്. നമുക്ക് ഈ ഒരു അപ്ഡേഷനിൽ iOSനെ ഫോക്കസ് ചെയ്യാം. ഇതേപോലെ റെഗുലറായിട്ട് ആപ്പിളിൻ്റെ അപ്ഡേറ്റ്സും ലീക്സും റൂമേഴ്സും എല്ലാ കാര്യങ്ങളും ഇപ്പോൾ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇൻസ്റ്റാഗ്രാമിൽ കൂടെയും ഫേസ്ബുക്കിൽ കൂടെയും നിങ്ങൾക്ക് ഫോളോ ചെയ്യാം. ലിങ്ക് ഞാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ആൻഡ് ദിസ് ഇസ് യുവർ ബിൻ സേവിയ. വെൽക്കം ബാക്ക് ടു എവിക്ക. തുടർന്ന് നമുക്ക് ഈ ഒരു അപ്ഡേഷൻ്റെ ബിൽ നമ്പറിൽ സ്റ്റാർട്ട് ചെയ്യാം. അതിന് സെറ്റിംഗ്സിലേക്ക് പോകാം. അവിടെ ജനറൽ എബൌട്ട് സെക്ഷനിൽ ഇപ്പോൾ നമ്മുടെ സോഫ്റ്റ് വേർഷൻ ടാപ്പ് ചെയ്യുമ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും iOS 26.1 23B5064E എന്ന്. നമുക്ക് മേ ബി ഒരു 2-3 ബീറ്റേഴ്സും കൂടി ആയിരിക്കും ഇതിൻ്റെ ഒഫീഷ്യൽ അപ്ഡേഷന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നത്. അതിൻ്റെ കൂടെ തന്നെ ഈ ഒരു അപ്ഡേഷനിൽ നിങ്ങൾക്ക് പുതിയ മോഡേൺ ഫേംവെയർ ലഭിക്കുന്നുണ്ട്. ചില യൂസേഴ്സിന് അവരുടെ സെല്ലുലാർ കാരിയറിനും അപ്ഡേഷൻ വന്നിട്ടുണ്ടെന്ന് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഈ ഒരു അപ്ഡേഷനിൽ ഏറ്റവും ആദ്യം ഇമ്പോർട്ടൻ്റ് ആയിട്ട് വന്ന ഒരു അപ്ഡേഷനാണ് സെക്യൂരിറ്റി അപ്ഡേറ്റ് എന്ന് പറയുന്നത്. നേരെ നമ്മുടെ പ്രൈവസി ആൻഡ് സെക്യൂരിറ്റി എന്ന ഓപ്ഷൻ എടുക്കാം. താഴത്തേക്ക് സ്ക്രോൾ ഡൗൺ ചെയ്ത് ഇവിടെ നിങ്ങൾക്ക് നോക്കുമ്പോൾ മനസ്സിലാവും ബാക്ക്ഗ്രൗണ്ട് സെക്യൂരിറ്റി ഇംപ്രൂവ്മെൻറ്റ്സ് എന്ന്. ബീറ്റ 2 ഈ ഒരു ഓപ്ഷൻ നമുക്ക് ആപ്പിൾ എനേബിൾ ചെയ്തു. ബീറ്റ 3 നമുക്ക് അതിൻ്റെ ഫുൾ ഫോമാറ്റിൻ്റെയും റിമൂവൽ ഓപ്ഷനും ആപ്പിൾ തന്നെ. ഇവിടെ നോക്കുമ്പോൾ മനസ്സിലാവും iOS 26.1 ബീറ്റ 3 ആ ഒരു സെക്യൂരിറ്റി അപ്ഡേറ്റ് ആണ് ഇവിടെ വന്നിരിക്കുന്നത്. ഈ ഒരു 3 ഡോട്ടിൽ നമ്മൾ ടാപ്പ് ചെയ്യുകയാണെങ്കിൽ ഇത് റിമൂവ് ചെയ്യാനും റീസ്റ്റാർട്ട് ചെയ്യാനുള്ള ഓപ്ഷനും ആപ്പിൾ തരുന്നുണ്ട്. മേ ബി ഒഫീഷ്യൽ അപ്ഡേഷൻ വരുമ്പോൾ ഈ ഒരു ബേറ്റിൽ എന്തെങ്കിലും ബഗ്ഗോ ബാക്കി കാണുകയാണെങ്കിൽ ഈ പറയുന്ന സെക്യൂരിറ്റി അപ്ഡേറ്റ് നമുക്ക് റിമൂവ് ചെയ്ത് ആ ഒരു ഫ്രഷ് ഒഫീഷ്യൽ അപ്ഡേറ്റിൻ്റെ സെക്യൂരിറ്റി അപ്ഡേറ്റും ബാക്കി കാര്യങ്ങളും നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാവുന്നതാണ്. അടുത്ത വന്നിരിക്കുന്ന മാറ്റം എന്ന് പറഞ്ഞാൽ ഫേസ് ടൈം യൂസേഴ്സിനാണ്. ഫേസ് ടൈമിൽ നമുക്ക് ലോക്കൽ ക്യാപ്ചർ എന്ന ഓപ്ഷൻ ആപ്പിൾ എനേബിൾ ചെയ്തായിരുന്നു. കുറേയധികം മാറ്റങ്ങൾ ഈ പറഞ്ഞ ഫേസ് ടൈം ആപ്പിൾ കൊണ്ടുവന്നുണ്ട്. അതിനൊരു ഡെഡിക്കേറ്റഡ് വീഡിയോ വേണമെങ്കിൽ നമ്മുടെ വീഡിയോ തൊട്ട് താഴത്ത് എന്തായാലും കമൻറ്റ് ചെയ്യുക. ഇനി ഈ ഒരു ഓപ്ഷനിൽ വന്ന ചേഞ്ച് ആണ് നമ്മൾ സെറ്റിംഗ്സ് എടുക്കാം. സെറ്റിംഗ്സിൽ താഴത്തേക്ക് സ്ക്രോൾ ഡൗൺ ചെയ്യുമ്പോൾ ലോക്കൽ ക്യാപ്ചർ എന്ന് പറയുന്ന സെപ്പറേറ്റ് സെറ്റിംഗ്സ് ഇവിടെ വന്നിട്ടുണ്ട്. അത് സെലക്ട് ചെയ്യുകയാണെങ്കിൽ ഈ പറയുന്ന ലോക്കൽ ക്യാപ്ചർ ചെയ്യുന്ന ഓരോ വീഡിയോസും എവിടെ സേവ് ചെയ്യണം എന്നുള്ള ലൊക്കേഷൻ നമുക്കിവിടെ ആക്സസ് ചെയ്യാം. അതോടൊപ്പം നിങ്ങൾക്ക് ഓഡിയോ ഓൺലി ആണെങ്കിൽ ആ ഒരു ഓഡിയോ ഓൺലി എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യുകയാണെങ്കിൽ വീഡിയോ കട്ടായി ഓഡിയോ മാത്രമായിട്ടും സെലക്ട് ചെയ്യാൻ പറ്റും. ആ ഒരു ഓപ്ഷനും ഈ പറഞ്ഞ ലോക്കൽ ക്യാപ്ചറിലേക്ക് ആപ്പിൾ കൊണ്ടുവന്നുണ്ട്. അടുത്ത് വരുന്ന ഒരു മേജർ ഹിൻ്റാണ് ആപ്പിൾ ടി വിയിൽ വന്നിരിക്കുന്നത്. യെസ്, ഒരു ഹിൻഡ് തന്നെയാണ്. ഈ പറഞ്ഞ ആപ്പിൾ ടി വിയുടെ ലോഗോ നിങ്ങൾക്ക് മനസ്സിലാവും. ഒരു പുതിയ ലോഗോ ആണ്, അല്ലെങ്കിൽ റീബ്രാൻഡ് ആയ ലോഗോ ആണ് ഇവിടെ കാണുന്നത്. താഴത്തെ കുറച്ച് കളർ ഷെയ്ഡ്സും ഇവിടെ കാണാൻ പറ്റും. മേ ബി ഈ ഒരു ഓപ്ഷൻ നമ്മളെ അറിയിക്കുന്നത് പുതിയ അപ്കമിങ് ആയ ആപ്പിളിൻ്റെ ഹോം പ്രൊഡക്ട്സോ അല്ലെങ്കിൽ ആപ്പിൾ ടി വിനെ പറ്റിയായിരിക്കും. ഈ ഒരു ആപ്പിൾ ടി വിയുടെ പേര് റിനെയിം ചെയ്തു എന്ന് നമുക്ക് റിപ്പോർട്ട് ഇട്ടിട്ടുണ്ട്. കാരണം ഇവിടെ നിങ്ങൾ നോക്കുമ്പോൾ മനസ്സിലാവും ആപ്പിൾ TV പ്ലസ് എന്ന്. ഈ ഒരു TV പ്ലസ് എന്ന് പറഞ്ഞ പേര് മാറ്റി ആപ്പിൾ TV എന്ന് മാത്രമാക്കി മാറ്റുമെന്ന് ഒരു റിപ്പോർട്ട് ഇട്ടിട്ടുണ്ട്. ആ ഒരു കോഡിങ് വരുന്ന അപ്ഡേഷനിൽ നമുക്ക് ഉണ്ടാകും എന്നും നമുക്ക് റിപ്പോർട്ട് ഇട്ടിട്ടുണ്ട്. അടുത്ത വന്നിരുന്ന മാറ്റം നമ്മുടെ ആക്സസിബിലിറ്റിയാണ്. നേരെ സെറ്റിംഗ്സ് എടുക്കാം. ആക്സസിബിലിറ്റി എന്ന ഓപ്ഷൻ എടുത്ത് ടച്ച് എന്ന ഓപ്ഷൻ നമുക്ക് സെലക്ട് ചെയ്യാം. താഴത്തേക്ക് സ്ക്രോൾ ഡൗൺ ചെയ്യുമ്പോൾ പ്രിഫർ സിംഗിൾ ടച്ച് സെലക്ഷൻ എന്നുണ്ട്, അല്ലെങ്കിൽ ആക്ഷൻ എന്നുണ്ട്. ഈ ഒരു ഓപ്ഷൻ നിങ്ങൾ ഓൺ ചെയ്യുകയാണെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് നോക്കുമ്പോൾ മനസ്സിലാവും സ്ലൈഡിങ് ആക്ഷൻ മാറ്റിക്കൊണ്ട് ഒരു സിംഗിൾ ടാപ്പിലേക്ക് ബാക്കിലേക്ക് പോകാനുള്ള ഓപ്ഷനാണ് ഇവിടെ ആപ്പിൾ കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഈ ഒരു ആക്സസിബിലിറ്റി ഓപ്ഷൻ നിങ്ങൾക്ക് ഓൺ ചെയ്യാം. അടുത്ത വന്ന ചേഞ്ച് നമ്മുടെ ആപ്പിൾ ആക്ച്വലി ഇപ്പോൾ എക്സ്പാൻഡ് ചെയ്തിരിക്കുകയാണ് പല തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻസും തേർഡ് പാർട്ടി ഡെവലപ്പേഴ്സുമായിട്ടും. അതുകൊണ്ട് തന്നെ ആപ്പിളിൻ്റെ AI ഫ്രെയിംവർക്കും ഇപ്പോൾ ChatGPTയിൽ മാത്രം ഒതുക്കാതെ കുറേയധികം പുതിയ തേർഡ് പാർട്ടിയിലേക്കും ആപ്പിൾ എക്സ്റ്റെൻഡ് ചെയ്യാണ്. അങ്ങനെ ഒരു കോഡ് നമുക്ക് ലഭിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻസിൻ്റെ വേറബിൾസിനും ആപ്പിൾ ഈ ഒരു ഫ്രെയിംവർക്ക് ഓപ്പൺ ചെയ്യുന്നുണ്ട്. നമ്മുടെ ഐഫോണിലെ നോട്ടിഫിക്കേഷൻസ് എല്ലാ സ്മാർട്ട് വാച്ചിലും പുഷ് ചെയ്യില്ലായിരുന്നു. ആ ഓരോ ഓപ്ഷൻസും നമ്മുടെ ഗൂഗിൾ പിക്സലിലെ വാച്ച്, സാംസങ് വാച്ച് എന്നിങ്ങനെ പല വാച്ചുകളും കണക്ട് ചെയ്യാനും അതിൻ്റെ ഓരോ നോട്ടിഫിക്കേഷൻസ് നമ്മുടെ ഐഫോണിലൂടെ നോട്ടിഫിക്കേഷൻസ് സ്മാർട്ട് വാച്ചിലേക്കും കൂടെ പുഷ് ചെയ്യാനുള്ള ഫ്രെയിംവർക്കും കൂടെ ആപ്പിൾ ആ ഒരു തേർഡ് പാർട്ടി ഡിവൈസ് ഇൻ്റഗ്രേഷനിലേക്കും വരുത്തുന്നുണ്ട്. അതോടൊപ്പം ഈ അപ്ഡേഷനിൽ നമുക്കൊരു പുതിയ വാൾപേപ്പറിൻ്റെ കോഡിംഗ് ലഭിച്ചിട്ടുണ്ട്. മേ ബി അപ്കമിങ് ആയിട്ട് വരുന്ന ഫ്യൂച്ചർ അപ്ഡേറ്റ്സിൽ
ഒരു പുതിയ ഒഫീഷ്യൽ വാൾപേപ്പറും കൂടെ നമുക്ക് ലഭിക്കാനുള്ള ചാൻസ് ഉണ്ട്. പക്ഷേ ഈ ഒരു വാൾപേപ്പറിൻ്റെ കാര്യം പറയുമ്പോഴാണ് കുറച്ചധികം ബഗ്ഗുകൾ ഞാൻ നിങ്ങൾക്കായിട്ട് നോട്ടീസ് ചെയ്യുന്നത്. നേരെ സെറ്റിങ്സ് എടുക്കാം. ഈ ഒരു സെറ്റിങ്സിൽ ഡിസ്പ്ലേ ആൻഡ് ബ്രൈറ്റ്നസ് എന്ന ഓപ്ഷൻ എടുക്കുമ്പോൾ ഇവിടെ ഇപ്പോൾ iOS 26ൻ്റെ വാൾപേപ്പറാണ് ആപ്പിൾ കൊടുത്തിരിക്കുന്നത്. നേരെ താഴത്തേക്ക് പോയി ഇവിടെ ഡിസ്പ്ലേ സൂം എന്ന ഓപ്ഷൻ എടുക്കുമ്പോൾ iOS 8ൻ്റെ വാൾപേപ്പറാണ് ഇവിടെ കാണിക്കുന്നത്. ഈ ഒരു ബഗ് മാത്രമല്ല എനിക്ക് മേജറായിട്ട് ഫീൽ ചെയ്യുന്നത്. ഇപ്പോൾ നമ്മുടെ ഈ പറയുന്ന വാൾപേപ്പർ എന്ന ഓപ്ഷൻ എടുക്കുമ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ലോക്ക് സ്ക്രീനിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും എൻ്റെ ഈ ഒരു വാൾപേപ്പർ ഇത് കറക്റ്റാണ്. പക്ഷേ എൻ്റെ ഹോം സ്ക്രീനിലും ആ ഒരു വാൾപേപ്പറിൻ്റെ പേര് ഞാൻ ഓൺ ചെയ്തിട്ടുണ്ട്. പക്ഷേ ലോക്ക് സ്ക്രീനിൽ കാണുന്ന ആ ഒരു സെയിം വാൾപേപ്പർ എനിക്ക് ഹോം സ്ക്രീനിൽ കാണുന്നില്ല. ഫുൾ ബ്ലാക്ക് ആണ്. ഇതൊരു ബഗ്ഗാണ്. ഇത് സോൾവ് ചെയ്യാനായിട്ടുള്ള സിമ്പിൾ റെമഡിയാണ് റീസ്റ്റാർട്ട് എന്ന് പറയുന്നത്. ഞാനിപ്പോൾ നമ്മുടെ ഡിവൈസ് ജസ്റ്റ് ഒന്ന് റീസ്റ്റാർട്ട് ചെയ്യാം. റീസ്റ്റാർട്ട് മൈ ഫോൺ. Just to confirm, you want to restart this device? Yes. ഇപ്പോൾ ഞാൻ നമ്മുടെ ഡിവൈസ് റീസ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഈ ഒരു റീസ്റ്റാർട്ടിന് ശേഷം ആ ഒരു ബഗ് ഹോം സ്ക്രീനിലെ ബഗ് മാറുന്നുണ്ടോ ഇല്ലയോ എന്ന് നമുക്ക് ഇപ്പോൾ തന്നെ ക്ലിയർ ആയിട്ട് ചെക്ക് ചെയ്യാം. നമ്മൾ ഡിവൈസ് ഓൺ ചെയ്തിട്ടുണ്ട്. നമ്മൾ പാസ്വേഡ് അടിച്ച് ജസ്റ്റ് ഒന്ന് ആക്സസ് ചെയ്യാം. ഇവിടെ നിങ്ങൾക്ക് നോക്കുമ്പോൾ മനസ്സിലാവും ആ ഒരു വാൾപേപ്പർ ബഗ് ഇവിടെ കറക്റ്റായിട്ട് റിസോൾവ് ആയിട്ടുണ്ട്. എൻ്റെ ഡിവൈസ് റീസ്റ്റാർട്ട് ചെയ്തപ്പോഴത്തേക്കും ആ ഒരു ഹോം സ്ക്രീനിൽ വാൾപേപ്പർ ആക്സസ് ചെയ്യുന്നുണ്ട്. ആൻഡ് ഇതേപോലെ നിങ്ങൾക്ക് ഈ ഒരു വാൾപേപ്പർ ആണെങ്കിൽ നമ്മുടെ എവിക്കയുടെ കമ്മ്യൂണിറ്റിയിൽ ഞാൻ കൊടുത്തിട്ടുണ്ടാവും. ലിങ്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. എന്തായാലും ആക്സസ് ചെയ്യുക. സോ ഇതേപോലെ നിങ്ങൾക്ക് ചെറിയ ചെറിയ ബഗ്ഗുകൾ വരികയാണെങ്കിൽ റീസ്റ്റാർട്ട് ചെയ്താൽ ആ ഒരു ചെറിയ ബഗ് മേ ബി റിസോൾവ് ആവാനുള്ള ചാൻസ് ഉണ്ട്. ആൻഡ് ഈ ഒരു അപ്ഡേറ്റിൽ കുറേയധികം ബഗ്ഗുകളാണ് ആപ്പിൾ ലിസ്റ്റ് ചെയ്തിരിക്കുന്നത്. നേരെ ഫീഡ്ബാക്ക് ആപ്പിലേക്ക് പോകാം. നമ്മുടെ iOS 26.1ൻ്റെ ബീറ്റ 3യിൽ കുറേയധികം ബഗ്ഗുകൾ എന്ന് പറയുന്നത് എയർ ഡ്രോപ്പിൽ തന്നെ ആദ്യത്തെ ബഗ് ആപ്പിൾ കൊടുത്തിട്ടുണ്ട്. എയർ ഡ്രോപ്പിൻ്റെ ഈ പറഞ്ഞ ഷെയർ ഷീറ്റ് ചില സമയത്ത് എന്തെങ്കിലും വിഷ്വൽ ഡിഫ്ലക്ട്സ് ഒക്കെ വരാനുള്ള കാരണമുണ്ട്. അതോടൊപ്പം താഴത്തേക്ക് സ്ക്രോൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ നമുക്ക് മനസ്സിലാവും കീബോർഡിൽ ഒരു നോൺ ഇഷ്യൂസ് ഉണ്ട്, ലോക്ക് സ്ക്രീനിൽ ഒരു നോൺ ഇഷ്യൂസ് ഉണ്ട്. നമ്മുടെ ഡിവൈസ് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് സ്ലീപ്പിലേക്ക് പോവാം എന്ന് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതോടൊപ്പം കുറേയധികം നോൺ ഇഷ്യൂസ് സിറിയിലെ നോൺ ഇഷ്യൂസ് ഉണ്ട്. അതോടൊപ്പം ഈ പറഞ്ഞ നിയർ ബൈ ഇൻട്രാക്ഷനിൽ ഒരു നോൺ ഇഷ്യൂസ് ഉണ്ട്. ഈ പറഞ്ഞ കുറേയധികം നോൺ ഇഷ്യൂസ് ആണ് ഇവിടെ വന്നിരിക്കുന്നത്. ഏറ്റവും കൂടുതൽ ഇഷ്യൂസ് ഉള്ളതുകൊണ്ട് തന്നെ നിങ്ങൾക്കും ഇതേപോലെ എന്തെങ്കിലും iOS 26ൻ്റെ ഈ ഒരു ബേറ്റയിൽ കുറേയധികം ബഗ്ഗുകൾ ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ ഈ പറയുന്ന ഫീഡ്ബാക്ക് ആപ്പിലൂടെ നിങ്ങൾക്ക് ഫീഡ്ബാക്ക് കൊടുക്കാം. ഞാൻ ഓൾറെഡി ഈ പറഞ്ഞ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. കാരണം ഡിവൈസിൻ്റെ ആ ലോക്ക് സ്ക്രീനിൽ വരുന്ന ബഗ് ആപ്പിളിന് റിപ്പോർട്ട് ചെയ്തത് മാത്രമാണ് അടുത്ത അപ്ഡേറ്റിൽ മാക്സിമം ആപ്പിളിന് ഈ പറഞ്ഞ ബഗ് റിസോൾവ് ചെയ്ത് പെർഫെക്റ്റ് ആയ OS എല്ലാ യൂസേഴ്സിനും കൊടുക്കാൻ പറ്റുള്ളൂ. ഇനി iOS 26ൻ്റെ പുതിയ അപ്ഡേഷൻ്റെ കാര്യങ്ങൾ നോക്കാം. iOS 26.0.2 എന്ന ഒഫീഷ്യൽ അപ്ഡേഷൻ മിക്കവാറും ഒക്ടോബർ 14-15 തന്നെ റിലീസ് ചെയ്യാനുള്ള ചാൻസ് ഭയങ്കര കൂടുതലാണ്. അതിൻ്റെ കൂടെ തന്നെ ആപ്പിൾ ഇപ്പോൾ iOS 26 എന്ന ഒഫീഷ്യൽ അപ്ഡേഷൻ സൈൻ ഓഫ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ കറൻലി ഉള്ള ഒഫീഷ്യൽ അപ്ഡേഷൻ്റെ സൈൻ ഇൻ എന്ന് പറയുന്നത് iOS 26.0.1 ആണ്. ആ ഒരു അപ്ഡേഷനിൽ കുറേയധികം യൂസേഴ്സിന് ബഗ് ഫീൽ ചെയ്യുന്നുണ്ട്. എനിക്ക് തന്നെ എൻ്റെ iPhone 17ൽ നല്ല രീതിക്കുള്ള ബാറ്ററി ഡ്രെയിനും അതോടൊപ്പം ഈ പറയുന്ന വിഷ്വൽ ചേഞ്ചസും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അത് കുറേയൊക്കെ ഈ പറഞ്ഞ റീസ്റ്റാർട്ടിലൊക്കെ മാറിയെങ്കിലും അതിൻ്റെ ഓവറോൾ പെർഫോമൻസ് ഇപ്പോഴും കുറച്ച് ലാഗി ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. അതിൻ്റെ കൂടെ തന്നെ ആപ്പിൾ ഇപ്പോൾ ബീറ്റ ഒരു വീക്കിലി സൈക്കിളിലേക്ക് മാറിയിട്ടുണ്ട്. കഴിഞ്ഞ വീക്കിൽ നമുക്ക് ബീറ്റ 2 വന്നു, ഈ വീക്കിൽ നമുക്കൊരു ബീറ്റ 3 വന്നു, ഇനി നെക്സ്റ്റ് വീക്കിൽ ബീറ്റ 4 ആൻഡ് ലാസ്റ്റ് വീക്കിൽ നമുക്ക് ബീറ്റ 5. ഈ പറയുന്ന ബീറ്റ 5 കഴിഞ്ഞാൽ ഏർലി ഓഫ് നവംബർ തന്നെ iOS 26.1ൻ്റെ ഒഫീഷ്യൽ അപ്ഡേഷനും ആപ്പിൾ റിലീസ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. ഇതാണ് ഈ പറഞ്ഞ iOSൻ്റെ സോഫ്റ്റ്വെയർ പ്രൊഡിക്ഷൻസ് എന്ന് പറയുന്നത്. അതിൻ്റെ കൂടെ തന്നെ ഈ പറഞ്ഞ ഒക്ടോബറിൽ നമുക്കൊരു പുതിയ ഇവൻറ്റോ അല്ലെങ്കിൽ പുതിയ പ്രൊഡക്റ്റുകളോ കാണാനുള്ള ചാൻസ് ഉണ്ട്. ഈ ഒരു അപ്ഡേറ്റിന് ശേഷം എൻ്റെ ഡിവൈസിലെ പെർഫോമൻസ് എനിക്ക് ആസ് യൂഷ്വൽ ഒരു നോർമലായിട്ട് തന്നെയാണ് ഫീൽ ചെയ്യുന്നത്. വലിയ ക്ലട്ടറിങ്ങോ അതോടൊപ്പം മൈക്രോ സ്റ്റട്ടേഴ്സോ ഫീൽ ചെയ്യുന്നില്ല. പക്ഷേ ഹീറ്റിങ്ങിൻ്റെ കാര്യം പറയുമ്പോൾ ഡിവൈസ് അപ്ഡേറ്റ് ചെയ്തപ്പോഴും ഇപ്പോൾ കുറച്ച് മുമ്പ് റീസ്റ്റാർട്ട് ചെയ്തപ്പോഴും എൻ്റെ ഡിവൈസ് ചൂടായി. ഈ ഒരു ഡിവൈസ് റീസ്റ്റാർട്ടിന് ശേഷം ചൂടാവുന്നത് ബാക്ക്ഗ്രൗണ്ടിൽ നിന്നുള്ള എല്ലാ ആപ്ലിക്കേഷൻസിനും വർക്കിംഗ് സ്റ്റോപ്പ് ചെയ്യും. അതിനുശേഷം റീസ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഫ്രം ദ സ്ക്രാച്ച് ഈ പറഞ്ഞ ഡിവൈസ് ഒന്നും കൂടെ ആക്ടിവേറ്റ് ചെയ്യണം. അതുകൊണ്ട് ആ ഒരു ആക്ടിവേഷൻ പീരീഡ് അല്ലെങ്കിൽ ആ ഒരു റീഇനിഷ്യേഷൻ പീരീഡാണ് ഈ പറഞ്ഞ ഡിവൈസിൽ ചൂടായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നത്. എക്സ്ട്രീം ഗെയിമിംഗ് കളിക്കുമ്പോഴും ക്യാമറ യൂസ് ചെയ്യുമ്പോഴും ഇതേപോലെ റീസ്റ്റാർട്ട് ചെയ്യുമ്പോഴും നമ്മുടെ ഡിവൈസ് ചൂടാവാറുണ്ട്. ആൻഡ് ബാറ്ററി പെർഫോമൻസിൻ്റെ കാര്യം പറയുമ്പോൾ ഈ ഒരു ഡിവൈസ് എൻ്റെ സെക്കൻഡറി ഡിവൈസ് ആണ്. അതുകൊണ്ട് തന്നെ ബാറ്ററി എനിക്ക് അത്യാവശ്യം നല്ല കുറവാണ്. ഇവിടെ നോക്കുമ്പോൾ മനസ്സിലാവും സർവീസ് എന്ന ഓപ്ഷനാണ്
സെലക്ട് ചെയ്യാം. 73ലാണ് ഇപ്പോഴും എൻ്റെ ബാറ്ററി ഹെൽത്ത് എന്ന് പറയുന്നത്. ഈ ഒരു 73ൽ ഹാഫ് ഡേ അല്ലെങ്കിൽ ഫുൾ ഡേ ഒക്കെ എനിക്ക് ഈ ഒരു ഡിവൈസ് ബാറ്ററി തരാറുണ്ട്. അത് നിങ്ങളുടെ യൂസേജ് അനുസരിച്ച് ഈ പറഞ്ഞ ബാറ്ററി പെർഫോമൻസും വേരി ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. ആൻഡ് ഈ ഒരു അപ്ഡേഷൻ ആർക്കാണ് അപ്ഡേറ്റ് ചെയ്യാവുന്നത്, അല്ലെങ്കിൽ ഈ ഒരു അപ്ഡേഷൻ നിങ്ങൾക്ക് ചെയ്യാവോ എന്ന് ചോദിച്ചാൽ, ഇഫ് യു ആർ എ ബീറ്റ ടെസ്റ്റ് റണ്ണർ, യെസ്, ബീറ്റ 2 നിന്ന് ബീറ്റ 3ലേക്ക് എന്തായാലും അപ്ഡേറ്റ് ചെയ്യാം. പക്ഷേ നിങ്ങൾ ഒഫീഷ്യൽ അപ്ഡേറ്റ് ആണ്. iOS 26.0.1 അപ്ഡേഷനിൽ കുറേ ബഗുകളുണ്ട്, അതുകൊണ്ട് ബീറ്റ ഇൻസ്റ്റാൾ ചെയ്യാം എന്ന് പറഞ്ഞാൽ അത് ഒരിക്കലും ഞാൻ എൻകറേജ് ചെയ്യില്ല. കാരണം ബീറ്റയിലും കുറേയധികം ബഗുകൾ നിങ്ങൾക്ക് ഫേസ് ചെയ്യേണ്ടി വരും. സോ എപ്പോഴും ഒഫീഷ്യൽ അപ്ഡേഷന് വേണ്ടി വെയിറ്റ് ചെയ്യുക. ഇഫ് യു ആർ നോട്ട് എ ബീറ്റ ടെസ്റ്റ് റണ്ണർ, iOS 26.0.2 ഒഫീഷ്യൽ അപ്ഡേഷനും നിങ്ങൾക്ക് വരുന്നുണ്ട്. സോ ഇതൊക്കെയാണ് iOS 26.1ൻ്റെ ബീറ്റ 3 വിശേഷങ്ങൾ എന്ന് പറയുന്നത്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടു, അതേപോലെ ഹെൽപ്ഫുൾ ആണെന്ന് വരുന്നു. അതുകൊണ്ട് ഈ വീഡിയോ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യുക, എല്ലാ കൂട്ടർക്കും ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മുടെ ചാനൽ ഇപ്പോഴും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളാണ് നമ്മുടെ സ്ട്രെങ്ത് എന്ന് പറയുന്നത്. ആൻഡ് ഇൻസ്റ്റാഗ്രാമിൽ കൂടെയും ഫേസ്ബുക്കിൽ കൂടെയും നിങ്ങൾക്ക് ഫോളോ ചെയ്യാം. ഇതുപോലെ അടിപൊളിയായ വാൾപേപ്പേഴ്സ് നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ നമ്മൾ റിലീസ് ചെയ്യുന്നുണ്ട്. സോ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് സോൾ വീഡിയോ. ദിസ് ഈസ് Ebin Xavier signing from Evica.